ഗ്രാമവാസി നീ ശാന്തനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ലല്ലോ. ഞാനാണ് കമാൻഡർ, നിങ്ങളെല്ലാം സോൾജേഴ്സ്. അണ്ണാത്തെ, ഡോക്ടർ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ സൺനെക്സ്റ്റ് ആപ്പിൽ കണ്ട് ആസ്വദിക്കൂ. ആഡ് ഫ്രീ എന്റർടൈൻമെന്റ് ഇപ്പോൾ വെറും 799 രൂപയ്ക്ക്. നമ്മുടെ എൻഗേജ്മെന്റ് തീയതി തീരുമാനിച്ചത് അറിയിക്കാൻ ഓടി വന്നതാ ഞാൻ. മൂന്നാം തീയതി. എന്താ? അതൊന്നുകൂടെ കേൾക്കണം അല്ലേ? പറയാം. നമ്മുടെ എൻഗേജ്മെന്റ് തീരുമാനിച്ചു 3-ാം തീയതി. ആരോട് ചോദിച്ചാ തീരുമാനിച്ച? അതെ, ദൈവം തീരുമാനിച്ചതാ. ജോത്സ്യം പറഞ്ഞു നമ്മള് രണ്ടുപേരുവാ ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് ദൈവം ഉറപ്പിച്ചിരുന്നൂന്ന്. ഇതുപോലെ ചേർച്ചയുള്ള ജാതകം വേറെ ഇല്ലാന്ന്. അതാ കുഞ്ഞിലെ തന്നെ എന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതല്ലേ? എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. ഓ, ഇന്നും കട്ട കലിപ്പിലാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, തൽക്കാലം ഞാൻ പോയേക്കാം. ശേഷം കാഴ്ചയിൽ. എന്തു വന്നാലും ഇവളെ വിവാഹം ചെയ്യുന്ന പ്രശ്നമില്ല. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതിനിടയിൽ എത്ര നേരം ഞാൻ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവങ്ങളെ മറന്ന് ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് എന്നോട് ഒട്ടും ദയവില്ലാതായി പോയല്ലോ. എന്നെ സഹായിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ. കല്യാണം കഴിക്കണോ വേണ്ട എന്നുള്ളത് ഒരാളുടെ മാത്രം കാര്യമല്ല. വീട്ടിലെ മൂത്തയാള് വിവാഹം കഴിക്കാൻ നിൽക്കുമെന്ന് വെച്ചാല് അത് കുടുംബത്തിനാകെ ഒരു മങ്ങലുണ്ടാക്കും. നമ്മുടെ എൻഗേജ്മെന്റ് തീയതി തീരുമാനിച്ചത് അറിയിക്കാൻ ഓടി വന്നതാ ഞാൻ. മൂന്നാം തീയതി. ജോർജുട്ടി, സാർ. എടോ, കഴിഞ്ഞ ദിവസം നമ്മളെ കാണാൻ വന്നൊരു പൂജയില്ലേ, ആ കുട്ടിയുടെ നമ്പർ ഒന്ന് തപ്പിയെടുക്കും. അല്ല സാർ, ആ കുട്ടി തീരുമാനമൊന്നും അറിയിച്ചിട്ടില്ല. കാശ് തരാനില്ലാത്തോണ്ട് ചിലപ്പോ വരും. എടോ, താനൊന്ന് പറയുന്ന അനുസരിക്കുക. എന്നെ ആ കുട്ടി വിളിച്ചിട്ടില്ല, സാറിനെ വിളിച്ചത്. എടോ, ആ കുട്ടി എന്നെ വിളിച്ചത് ഹോസ്പിറ്റൽ നമ്പർ. ഹോസ്പിറ്റലിൽ വിളിച്ച നമ്പർ കിട്ടുമല്ലോ സാർ. താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഹോസ്പിറ്റലിൽ വിളിച്ച ആ കുട്ടിയുടെ നമ്പർ ഒന്ന് എടുക്ക്. ഓ, സിറ്റി ഹോസ്പിറ്റൽ. ഹലോ, സിറ്റി ഹോസ്പിറ്റലല്ലേ? അവിടുത്തെ സ്റ്റാഫ് ഒരു പൂജയില്ലേ, ആ കുട്ടിയുടെ നമ്പർ തരൂ. ആ പറയൂ. 98 72. ഓക്കെ, താങ്ക് യു താങ്ക് യു സാർ. നമ്പർ കിട്ടി സാർ. ഞാൻ ഉറപ്പായി പറയാം, നിന്റെ കണ്ണിനും പ്രാർത്ഥനയും ദൈവം കേൾക്കും.
ഹലോ. പൂജയല്ലേ? അതെ. ഞാൻ അഡ്വക്കേറ്റ് അർജുനാണ്. സർ. കേസിന്റെ കാര്യം സംസാരിക്കാൻ നമുക്കൊന്ന് മീറ്റ് ചെയ്യണമല്ലോ. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. അയ്യോ സർ, സാറ് പറഞ്ഞ തുക. ആദ്യം താൻ ഇങ്ങോട്ട് വരൂ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അഡ്വക്കേറ്റ് അർജുൻ, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാൻ. ചിലപ്പോ അയാളായിരിക്കും ആ ദൈവം. സർ. ഞാനിവിടെ വരാൻ പറഞ്ഞത് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടിയാ. കൂൾ കൂൾ. കേസ് മുഴുവൻ ഞാൻ വിശദമായിട്ട് പഠിച്ചു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ വിശ്വനാഥനെ ഞാൻ ഈസി ആയിട്ട് പുറത്തു കൊണ്ടുവരും. പക്ഷേ താൻ എന്റെ ഫീസ് എങ്ങനെ തരും? അത് ഞാൻ പറഞ്ഞില്ലേ സർ. സാറിനെ പോലെ ഒരാൾ ഡിമാൻഡ് ചെയ്യുന്ന ഫീസ് ഞാൻ എവിടുന്ന് തരാനാ? യു ആർ റൈറ്റ്. ഐ നോ യുവർ പ്രോബ്ലംസ്. തന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ആൾ ജയിലിൽ. കേസ് വാദിക്കാനാണെങ്കിൽ കാശുമില്ല. നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യണം. എന്റെ വീട്ടുകാര് ഞാൻ വിവാഹം കഴിച്ചു കാണാൻ ആഗ്രഹിക്കുക. അതിനായിട്ട് അവരൊരു പെൺകുട്ടിയും കണ്ടുപിടിച്ചു. അത് നല്ല കാര്യമാണല്ലോ സർ. ആ പാവം മുത്തശ്ശിക്കും സ്നേഹനിധിയായ അമ്മയ്ക്കും വലിയ സന്തോഷമാവും. അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം സർ. സംഗതി എന്താണെന്ന് വെച്ചാ അവര് കണ്ടുപിടിച്ച ആ പെൺകുട്ടി എനിക്ക് ഇഷ്ടമല്ല. എങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം സർ. അതിനെക്കുറിച്ച് സംസാരിക്കാനാ തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാനെന്ത് സംസാരിക്കാനാ സർ? സാറിന് ഇഷ്ടാവുന്ന പെൺകുട്ടിയോടല്ലേ സംസാരിക്കേണ്ടത്? താൻ മിററിൽ നോക്കിയാ ആ കുട്ടിയെ കാണാൻ പറ്റും. ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി താനാണെങ്കിലോ? സാറെന്ത് കളിയാക്കാണോ? ഞാൻ കല്യാണത്തെ കുറിച്ച്
സംസാരിക്കാനല്ല ഇവിടെ വന്നത്. എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് എങ്ങനെ പുറത്തിറക്കാമെന്ന് ആലോചിക്കാനാ. അതിനുശേഷം സ്നേഹസദനം എന്ന എന്റെ അച്ഛന്റെ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകണം. ഗുഡ്. എനിക്കും അതെല്ലാം തന്നെയാ. നമ്മുടെ സ്വപ്നങ്ങൾ, പ്രൊഫഷൻ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ കുട്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് വെറുതെയാ. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? കുട്ടി, ഞാൻ 5 പൈസ പോലും ഫീസ് വാങ്ങാതെ തന്റെ അച്ഛനെ 1 വർഷത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കും. പക്ഷേ അതിന് പകരമായിട്ട് താൻ 1 വർഷത്തേക്ക് എന്റെ ഭാര്യയായിരിക്കണം. സാർ എന്തേ പറഞ്ഞേ? കൂൾ. ഞാനൊന്ന് പറയട്ടെ. അടുത്ത 1 വർഷത്തേക്ക് നമ്മൾ വീട്ടുകാരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ നമ്മൾ പിരിയും. പിന്നീട് തനിക്ക് തന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഓ, അപ്പോ 1 വർഷത്തേക്ക് ഞാൻ സാറിന്റെ കീപ്പായിരിക്കണമെന്നല്ലേ? പണമുള്ള നിങ്ങൾക്കൊക്കെ എന്തും ആവാം. ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാം. ഞാൻ അതല്ല. എനിക്ക് കാശില്ലായിരിക്കും, പക്ഷെ അഭിമാനവും വ്യക്തിത്വവും ഞാൻ ഒരിടത്തും പണയം വെച്ചിട്ടില്ല. എന്നെ കുറിച്ച് സാർ എന്താ കരുതിയത്? കാര്യം നേടാൻ വേണ്ടി സ്വന്തം മാനവും അഭിമാനവും പണയം വെക്കുന്നവരെ സാർ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ കുട്ടിയെ താലി കിട്ടിയ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കാനാണ് വിളിക്കുന്നത്, അല്ലാതെ കീപ്പായിട്ടൊന്നുമല്ല. ഓ, അപ്പോ അങ്ങനെ ഒരു ഔദാര്യം സാർ എന്നോട് കാണിക്കും. താലിയുടെ മഹാത്മ്യം എന്താണെന്ന് സാറിനറിയോ? ഇത് ഇന്ത്യയാണ്, ഇംഗ്ലണ്ടും അമേരിക്കയും ഒന്നും അല്ല. കാശ് കൊടുത്താൽ എന്ത് നടക്കുമെന്ന് കരുതുന്ന സാറിനെ പോലുള്ളവരോട് എന്ത് സംസാരിക്കാനാ? ഒരു കഷ്ടകാലം വരുമ്പോ എന്ത് ചെയ്യാൻ തയ്യാറാവുന്നവരുണ്ടാവും. വിചാരിക്കുമ്പോ കെട്ടാനും ആവശ്യം കഴിയുമ്പോ വലിച്ചെറിയാനും ഞാനൊരു വിൽപ്പന ചരക്കല്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് വിവാഹം ഇഷ്ടമല്ല. അടുത്ത 1 വർഷത്തേക്ക് എനിക്ക് അത്തരം വിഷയങ്ങൾ ചിന്തിക്കാനുള്ള സമയവുമില്ല. പക്ഷേ ഈ വീട്ടുകാരുടെ സമ്മർദ്ദത്തില് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തില് എനിക്കൊരു നാടകം കളിക്കണം, അത്രേ ഉള്ളൂ. ഞാനൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തതായിട്ട് വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം. കുറച്ചു ദിവസത്തേക്ക് ആ പെൺകുട്ടി എന്റെ ഭാര്യയായിട്ട് വീട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കുകയും വേണം. 1 വർഷം കഴിഞ്ഞ ആ ഭാര്യയ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോവാം. താനല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തും. താൻ ആ സ്ഥാനത്തേക്ക് വന്നാലുള്ള ഗുണം, തന്റെ അച്ഛനെ 1 പൈസ പോലും ചെലവില്ലാതെ ജയിലിൽ ഞാൻ പുറത്തിറക്കും. പിന്നെ താൻ എന്നെ മനസ്സിലാക്കിയ ഒരു കുട്ടിയുമാണ്. ഞാനിങ്ങനെ ഒരു കരാർ വയ്ക്കുന്നേ ഉള്ളൂ. ഒരു കോൺട്രാക്ട് ഭാര്യയും കോൺട്രാക്ട് ഭർത്താവും. കോൺട്രാക്ട് ഭാര്യയോ? ഈ ചില ജോലികൾ നമ്മൾ കോൺട്രാക്ട് ഏൽപ്പിക്കില്ലേ, അതുപോലെ ഇതൊരു കോൺട്രാക്ട്. നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു, നേരെ നമ്മുടെ വീട്ടിൽ പോകുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവരുടെ മുമ്പിൽ ആക്ട് ചെയ്യുന്നു. എന്നാലും ഈ 1 വർഷക്കാലം എന്റെ ഒരു ചെറുവിരൽ പോലും തന്റെ ശരീരത്തിൽ തൊടില്ല. തന്റെ ക്യാരക്ടറിനെ താഴ്ത്തിക്കെട്ടുന്ന ഒന്നും തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എല്ലാ രീതിയിലും ഫുൾ പ്രൊട്ടക്ഷൻ ഞാനായിട്ട് എന്റെ ഭാഗത്തുനിന്ന് തരും. വീട്ടുകാരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുക എന്നത് കഴിഞ്ഞാൽ ബെഡ്റൂമിലും പുറത്തും നമ്മൾ 2 വ്യക്തികൾ മാത്രം. ഈ കണ്ടീഷൻ നമുക്ക് കൃത്യമായി എഴുതി രജിസ്റ്റർ ചെയ്യാം. ഈ 1 വർഷത്തിനുള്ളിൽ തന്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. കാലാവധി കഴിയുമ്പോൾ കോൺട്രാക്ട് റദ്ദാക്കി നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഇതിൽ അപമാനത്തിന്റെയോ വ്യക്തിത്വത്തിന്റെയോ ബാധ്യതയുടെയോ കീഴടങ്ങളുടെയോ ഒന്നും പ്രശ്നം വരില്ല.
വെയിറ്റ്. പെട്ടെന്നൊരു ഉത്തരം പറയണ്ട. വ്യക്തമായിട്ട് ആലോചിക്കുക, തിരിച്ചും മറിച്ചുമിട്ട് ആലോചിക്കുക. ആ പിന്നെ ഒരു കാര്യം കൂടി, ഈ കണ്ടീഷൻ അംഗീകരിക്കുന്നത് ഒരു കീഴ്പ്പെടലല്ല, ഒരു നിസ്സഹായനായ മനുഷ്യനായ എന്നെ രക്ഷിക്കലും കൂടിയാണ്. താൻ വലിയ വിശാല മനസ്സുള്ള ആളല്ലേ. ഞാൻ കല്യാണം കഴിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ വാചാലയായിട്ട് സംസാരിക്കുകയും ചെയ്തതല്ലേ. എന്നെ സഹായിക്കാൻ പറ്റിയൊരു അവസരമാണ്. ചോയ്സ് ഈസ് യുവേഴ്സ്. അയാൾക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഒരു കത്ത് എഴുതി തന്നിട്ടുണ്ട്. മോളെ, അച്ഛൻ മനഃപൂർവ്വം തന്നെയാ വരാത്തത്. എനിക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്ന എൻ്റെ മോളുടെ മുഖം എനിക്ക് കാണാൻ വയ്യ. നമ്മുടെ രണ്ടുപേരുടെയും വിഷമം കൂടുകയേ ഉള്ളൂ. മോള് വിഷമിക്കരുത്. അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് മോള് ദുഃഖിക്കരുത്. ദൈവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നെങ്കിലും അച്ഛന് പുറത്തു വരാൻ പറ്റുമെങ്കിൽ അന്ന് നമുക്ക് കാണാം. സാർ മോൾക്ക് കത്ത് കൊടുത്തോ? ആ കൊടുത്തു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ദേവി, നിന്നെ പ്രാർത്ഥിച്ചിട്ടാ എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത്. സന്തോഷവും സങ്കടവും ഒക്കെ ആദ്യം അറിയിക്കുന്നത് നിന്നെയാണ്. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ തീരുമാനവും നിന്നെയാണ് ആദ്യം അറിയിക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കാൻ പോവാ അഡ്വക്കേറ്റ് അർജുനെ. ത്യാഗമല്ല, ഒരു മകളുടെ കടമയാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ പോലെ എത്രയോ പേരെ വളർത്തി വലുതാക്കിയ അച്ഛനോടുള്ള കടമ. അഡ്വക്കേറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? കരാറ് വെച്ചുള്ള കല്യാണം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക. എൻ്റെ ഈ തീരുമാനം ശരി തന്നെയാണെന്ന് നീ തോന്നിപ്പിക്കണേ ഭഗവാനെ. എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്താനാണത്. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? അതോ ഏതെങ്കിലും സിനിമയുടെ കഥ പറയുവാണോ? 1 വർഷം ഭാര്യയായിട്ട് ജീവിക്കാൻ കോൺട്രാക്ട്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അയാളുടെ ചെകിട്ടതൊന്ന് പൊട്ടിച്ചിട്ട് ഇറങ്ങി വന്നേനെ. ഇല്ല ജീന, എന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാ ഞാൻ ചിന്തിക്കുന്നത് പോലെയൊക്കെ നിനക്കും ചിന്തിക്കാൻ പറ്റും. മുങ്ങിച്ചാകാൻ പോകുന്നവര് ഏത് കച്ചത്തുരുമ്പിലും കയറി പിടിക്കും. എന്നെ കാണാതിരിക്കാൻ തീരുമാനിക്കണമെങ്കിൽ അച്ഛന്റെ വേദന എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാം. ഈ ആദിയില് അച്ഛൻ എന്തേലും സംഭവിച്ചു പോകുന്ന എന്റെ പേടി. അതിനു മുൻപ് അച്ഛനെ പുറത്തിറക്കിയേ പറ്റൂ. അപ്പോ ഞാൻ തീരുമാനിച്ചു. പകല് മുഴുവൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. ആലോചിച്ചെടുത്ത തീരുമാനവും എന്റെ ദൈവം എന്നോട് പറഞ്ഞ വഴിയും ഇത് തന്നെയാ. ഇല്ല പൂജ,
ഞാനിത് സമ്മതിക്കില്ല. നീ വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇനി അയാൾക്ക് വട്ടാണോ? നിന്റെ ദേഹത്തെ ചെറുവിരൽ പോലും സ്പർശിക്കില്ലെന്നൊക്കെ കരാറിൽ എഴുതും. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്താന്ന് എങ്ങനെ അറിയാം? വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് അയാൾക്ക് സമ്മതമല്ല. അതുകൊണ്ട് ഈ നാടകം നടത്തുന്നത്. ഇതൊക്കെ എന്തിനാ? ഏത് പെണ്ണിനെ ഇപ്പൊ കല്യാണം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കുന്നത് ഒക്കെ അറിയണ്ടേ? അതൊന്നും ഞാനിനി ആലോചിക്കുന്നില്ല ജീന. എന്റെ അച്ഛനെ ജയിലിൽ നിറക്കുക, അതാ എന്റെ ഒന്നാമത്തെ ആവശ്യം. പിന്നെ സ്ത്രീ എന്ന നിലയിലുള്ള എന്റെ അവകാശം അതയാൾ നിറവേറ്റുമെന്ന് ഉറപ്പാണോ? അയാൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന ആളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയോ അയാളിൽ ഒരു സത്യസന്ധതയുണ്ട്. ഞാനിപ്പോ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ തീരുമാനിച്ചു. കം. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ സംസാരിക്കാന്ന് വെച്ചിട്ടാ ഇവിടെ കാണാന്ന് പറഞ്ഞത്. എനിക്ക് ഈ കരാറിന് സമ്മതമാണ്.